വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, അതിൻ്റെ വാർ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ യുദ്ധങ്ങൾക്ക് ശേഷം രണ്ടാം ലോക മഹായുദ്ധം 1945 സെപ്റ്റംബറിൽ അവസാനിച്ചതോടുകൂടി അതിനുശേഷം നമ്മൾ ജർമ്മനിയുടെ ഹിറ്റ്ലറുടെ നാസിസം, അതേപോലെ തന്നെ ഫാസിസം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. അതേപോലെ തന്നെ ഇതിന് ആ സമയത്ത് നടന്നൊരു കാര്യമായിരുന്നു ജർമ്മൻ ജൂസ് വർ എയ്തർ എക്സ്റ്റെർമിനേറ്റഡ് ഓർ സെൻഡ് ടു കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് നമ്മുടെ പാവപ്പെട്ട ജർമ്മനിയിലെ ജൂതന്മാരെയൊക്കെ കൊണ്ടുപോയി അവരെ കൂട്ടക്കൊലകൾ നടത്തി. അതിനുശേഷം അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബുകൾ വർഷിപ്പിച്ചു. ഒരുപാട് നാശനഷ്ടങ്ങൾ ജപ്പാനിന് അന്ന് ഉണ്ടാവുകയും ചെയ്തു. അതുപോലെ തന്നെ USA യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഈ ഒരു സംഗതിക്ക് ശേഷം ഒരു വലിയ പവറായിട്ട് മാറുകയും ചെയ്തു. ഇതോടുകൂടെ രണ്ടാം ലോക മഹായുദ്ധത്തോടു കൂടി ലോകത്തിൻ്റെ സ്ഥിതി മാറുകയും ആയുധങ്ങളുമായിട്ടുള്ള യുദ്ധങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല എന്നും ശീത യുദ്ധത്തിലേക്ക് അഥവാ കോൾഡ് വാർ എന്ന് വിളിക്കുന്ന ഇൻ്റലക്ച്വൽ വാറിലേക്ക്, ഭൗതികമായ യുദ്ധത്തിലേക്ക് മടങ്ങുകയാണ്. ആ ഒരു സമയത്താണ് അമേരിക്ക ചന്ദ്രനിൽ പോയി എന്ന് അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കാൻ തുടങ്ങിയത്. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ പോയി എന്നൊക്കെ പറയുന്നത്. ആ ഒരു സംഭവത്തിൻ്റെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു പ്രതിഫലനം എന്നോണമാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ UNO എന്ത് ചെയ്യുന്നത്, ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു സംഘടനയായിട്ട് ലോക സംഘടന വരുന്നത്, ലോകരാഷ്ട്ര സംഘടന വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മേജർ പോയിന്റുകളായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി സിലബസ് തീരാത്തത് കൊണ്ടും നമ്മൾ വെറും പോയിന്റുകൾ മാത്രം പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ള ചാപ്റ്റർ ഇമ്പാക്റ്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, എക്കോണമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ ഉണ്ടാക്കിയ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ പ്രതിഫലനങ്ങളെക്കുറിച്ചാണ്, അതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന്, 1757 മുതൽ, അഥവാ ഇത് വരുന്നത് മുതൽ 1757 മുതൽ 1857 വരെയുള്ള ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രമാണ് പറയാനുള്ളത്. ഇതോടുകൂടെ ഈ 1857 ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമര പോരാട്ടങ്ങളൊക്കെ തുടക്കം കുറിക്കുകയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ അതുവരെയുള്ള ഒരു എങ്ങനെയാണ് ബ്രിട്ടീഷ് കോളനി ഇന്ത്യയിലേക്ക് വന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ ഒരു ട്രമൻഡസ് എഫക്റ്റ് ഓൺ ഇന്ത്യൻ സൊസൈറ്റി, അവിടെ ഒരു എക്കോണമി, കൾച്ചർ, സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളിൽ നിരവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്വാതന്ത്ര്യ സമരങ്ങൾ തുടങ്ങുന്നത് മുതൽ നാട്ടുരാജ്യങ്ങളൊക്കെ മാറിയിട്ട് നമ്മൾ ഒറ്റ രാജ്യമാണ്, ഒരു നാഷണലിസം, ഒരു രാഷ്ട്രീയ ബോധം നമ്മളിലൊക്കെ ഉണ്ടായി. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരേ വികാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോരാടാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇനി ഇവർ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഇംഗ്ലണ്ട് സക്സീഡഡ് ഇൻ കൺട്രോൾ ആൻഡ് ട്രേഡ് വിത്ത് ഇന്ത്യ, എസ്റ്റാബ്ലിഷ്ഡ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി. 1600 ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി സ്ഥാപിക്കുന്നതോടുകൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഒരു ട്രേഡ്, ഇന്ത്യയുടെ വ്യാപാര മേഖലകളെ കീഴടക്കുകയാണ്, കൺട്രോൾ ചെയ്യാണ്. ദ ഫസ്റ്റ് ഫാക്ടറി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ സൂറത്ത് ഇൻ 1613. 1613 ആദ്യമായിട്ട് സൂറത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഒരു ഫാക്ടറി തുടങ്ങുന്നത്. അതുപോലെ തന്നെ 1757 പ്ലാസി യുദ്ധം, അതേപോലെ തന്നെ 1764 ബുക്സാർ യുദ്ധം. ഈ രണ്ട് യുദ്ധത്തിലും ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ പരാജയപ്പെട്ടതോടുകൂടി ഇന്ത്യയിൽ എന്തുണ്ടായി? ബ്രിട്ടീഷുകാർക്ക് പൂർണ്ണമായും ഒരു അധികാരം എന്നതിലേക്ക് നമ്മൾ നോക്കി. ഇനി പ്ലാസി യുദ്ധം എന്താണ്, ബുക്സാർ യുദ്ധം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഞാൻ നോട്ടായിട്ട് ഇട്ട് തരാം. ഇനി ഏതായാലും ദ ആംഗ്ലോ മൈസൂർ വാർ, നമ്മൾ എന്തായാലും പഠിക്കേണ്ട ഒരു സംഗതിയിൽപ്പെട്ടതാണ് ദ ആംഗ്ലോ മൈസൂർ വാർ. അത് മഹാനായ ടിപ്പു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവായ ഹൈദർ അലി ഇവരുമായിട്ട് നടന്ന ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എൻഡഡ് ദ ഹീറോയിക് ഡിഫീറ്റ് ഓഫ് ദ ഡെത്ത് ഓഫ് ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ്റെ മരണത്തോടു കൂടി ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളും അവസാനിക്കുന്നു. ലാർജ് പോർട്ട്സ് ലൈക്ക് ഖനറ, കോയമ്പത്തൂർ ആൻഡ് ശ്രീരംഗപട്ടണം were
സെക്യൂർഡ് ബൈ ബ്രിട്ടീഷ്. 1799 ഈ ടിപ്പുവിൻ്റെ പരാജയത്തോടുകൂടി ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിക്കുകയും അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർക്ക് പൂർണ്ണമായിട്ട് അധികാരം കിട്ടുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുടെ ആകെ ഒരു വേർഡ് ടിപ്പു ആയിരുന്നു. ഇനി രണ്ടാമത്തത് നമ്മൾ പറയേണ്ട ഒരു ആംഗ്ലോ മറാത്ത വാർ. ദ ഇംഗ്ലീഷ് ഡിഫീറ്റഡ് ദ പെഷവ, ഡിത്രോൺഡ് ഹിം ആൻഡ് അനക്സഡ് ഓൾ ഹിസ് ടെറിട്ടറീസ്. പെഷവയെ അല്ലെങ്കിൽ പെഷവ ആ ഒരു സാമ്രാജ്യത്തെ ബ്രിട്ടീഷുകാർ അടിച്ചൊതുക്കുകയും അദ്ദേഹത്തെ കിരീടം അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തെ രാജപദവി അദ്ദേഹത്തിൻ്റെ ഒഴിവാക്കുകയും ഡീത്രോൺ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ടെറിറ്ററികൾ മുഴുവൻ അധീനപ്പെടുത്തുകയും ചെയ്തു. പിന്നെ ദ ആംഗ്ലോ സിഖ് വാർ. പഞ്ചാബ് വാസ് അനക്സ്ഡ് ബൈ ലോർഡ് ഡൽഹൌസി. പ്രഭു വാറൻ ഡൽഹൌസിയുമായിട്ട് പഞ്ചാബ് കൂട്ടിച്ചേർക്കപ്പെട്ടു. മഹാരാജ ദലീപ് സിംഗ്, ദ സൺ ഓഫ് മഹാരാജ രഞ്ജിത് സിംഗ്, വാസ് പെൻഷൻഡ് ഓഫ് ആൻഡ് സെൻഡ് ടു ഇംഗ്ലണ്ട്. അപ്പോൾ രഞ്ജിത് സിംഗിൻ്റെ മകനായ ദലീപ് സിംഗിനെ അവർ ഇംഗ്ലണ്ടിലേക്ക് നാട് കടത്തുകയും ചെയ്തു. ആംഗ്ലോ സിഖ് വാർ. അപ്പോൾ സോ മെനി മോർ നാറ്റീവ് സ്റ്റേറ്റ്സ് കെയിം അണ്ടർ ബ്രിട്ടീഷ് കൺട്രോൾ ത്രൂ ദ സിസ്റ്റം ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ആൻഡ് സബ്സിഡറി അലയൻസ്. ഇപ്പോൾ ഒരുപാട് സബ്സിഡറി അലയൻസ് മൂലം എല്ലാ തന്നെ കുറേ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ പിടിച്ചു വെക്കുകയും ചെയ്തു. ഇംഗ്ലീഷ് മെർച്ചൻസ് സക്സീഡ് ഇൻ സെല്ലിംഗ് ദെയർ ഗുഡ്സ് ഇൻ ചീപ്പ് പ്രൈസസ് ഫോർ ഫോറിൻ ഗുഡ്സ് വർ ഗിവൺ ഫ്രീ എൻട്രി ഇൻ ഇന്ത്യ വിത്തൗട്ട് പേയിങ് എനി ഡ്യൂട്ടി. അപ്പോൾ യാതൊരുവിധ ടാക്സും ഇല്ലാതെ ഇന്ത്യയിലേക്ക് ഫോറിൻ സാധനങ്ങളെ ഇമ്പോർട്ട് ചെയ്യാനും അവരുടെ സാധനങ്ങളെ വളരെ ചീപ്പ് റേറ്റിന് വിൽക്കാനൊക്കെ ഉള്ള ഒരു തന്ത്രം ഇവർ മെനഞ്ഞെടുത്തു. ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സ് വർ ടാക്സ്ഡ് ഹെവിലി വെൻ ദേ വർ സെൻഡ് ഔട്ട് ഓഫ് ദ കൺട്രി. അപ്പോൾ രാജ്യത്തിന് പുറത്തേക്ക് നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ നമ്മൾ അയക്കുകയാണെങ്കിൽ അതിന് വലിയ രീതിയിലുള്ള ടാക്സുകൾ എന്ത് ചെയ്തു ചുമത്തപ്പെടുകയും ചെയ്തു. ദിസ് മേഡ് എ ഹ്യൂജ് ഇമ്പാക്ട് ഓഫ് ഇന്ത്യൻ ഹാൻഡ്ലൂം വീവിംഗ് ഇൻഡസ്ട്രി ലീഡിങ് ടു ഇറ്റ്സ് വിർച്വൽ കൊളാപ്സ്. അപ്പോൾ ഇത് ഇന്ത്യയുടെ കൈത്തറി വ്യവസായത്തെ, ഹാൻഡ്ലൂം എന്ന് പറഞ്ഞാൽ കൈത്തറി വ്യവസായത്തെ വളരെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുകയും അതിന് വലിയ ക്ഷീണം പറ്റുകയും ചെയ്തു. ഇനി റവന്യൂ ആൻഡ് ലാൻഡ് പോളിസി. ലാൻഡ് റവന്യൂ പോളിസിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്? അപ്പോൾ ഇനി എങ്ങനെയൊക്കെയാണ് അതിൽ എഫക്റ്റ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് പറയും. ദ ലാൻഡ് റവന്യൂ എക്സ്പെരിമെൻറ്റ്സ് ഓഫ് ബ്രിട്ടീഷ് ലൈക്ക് ദ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്ന ഒരു നയം. അതുപോലെ തന്നെ ദ മഹൽവാരി സെറ്റിൽമെൻറ്റ് ആൻഡ് ദ റോഡ് വാരി സെറ്റിൽമെൻറ്റ് കോസ്ഡ് ഹാർഡ്ഷിപ്പ് ടു കൾട്ടിവേഷൻ. എന്താണ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്, എന്താണ് മഹൽവാരി സെറ്റിൽമെൻറ്റ്, എന്താണ് റോഡ് വാരി സെറ്റിൽമെൻറ്റ്, ഇതിന് മൂന്നിനെ കുറിച്ചുള്ള നോട്ട്സ് തരാം. അപ്പോൾ ഇതൊക്കെ കൾട്ടിവേഷനെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തു. ഇനി കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറിൽ വന്ന ഒരു സാമ്പത്തികവൽക്കരണം ടുക്ക് പ്ലേസ് വിച്ച് ടീ, കോഫി, ഇൻഡിഗോ, ഒപ്പിയം, കോട്ടൺ, ജ്യൂട്ട്, ഷുഗറൻസ് ആൻഡ് ഓയിൽ സീഡ് ബീങ് ഗ്രൗണ്ട്. അപ്പോൾ ഈ വിഭവങ്ങളിലൊക്കെയുള്ള വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നത് ആസ് എ റിസൾട്ട് ഫുഡ് ഇന്ത്യൻ പ്രൊഡക്ഷൻ ഡൗൺ. അപ്പോൾ ടീ, കോഫി സാധനങ്ങൾക്ക് വലിയ മാർക്കറ്റ് ലഭിക്കുകയും നമ്മുടെ ഫുഡ് ഗ്രെയിൻസിന്, ഭക്ഷ്യധാന്യങ്ങൾക്ക് വളരെ വലിയ ക്ഷീണം പറ്റുകയും ചെയ്തു. ഇനി റൈസ് ഓഫ് ദ ന്യൂ മിഡിൽ ക്ലാസ്. ഒരു പുതിയ സമൂഹം ഉണ്ടായി വരികയാണ്. ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ ഇന്ത്യ വിറ്റ്നസ്ഡ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ലോ കോഡ്സ്, ഗവൺമെൻറ് ഓഫീഷ്യൽസ് ആൻഡ് കൊമേഴ്ഷ്യൽ ഏജൻസീസ്. ഇവർ വന്നതോടുകൂടി പുതിയ നിയമ കോടതികൾ. പണ്ട് നാട്ടുരാജാക്കന്മാരൊക്കെയാണ് കാര്യങ്ങളൊക്കെ വിധിച്ചിരുന്നത്. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായാലും അവർ പഞ്ചായത്ത് കൂടിയാണ് തീരുമാനിക്കും. ഇത് പുതിയ കോടതികൾ വന്നു, ഗവൺമെൻറ് ഓഫീഷ്യലുകളുണ്ടായി, കൊമേഴ്ഷ്യൽ ഏജൻസികൾ. ഇതൊക്കെ ഇന്ത്യയിൽ ആ സമയത്ത് വളർന്നു വരാൻ തുടങ്ങി. അപ്പോൾ ഈ നിലയിലുള്ള ആളുകളൊക്കെ സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ആളുകളായിട്ട് മാറി. The Britishers also created a new professional and services hall in middle class apart from those with landed interest. അപ്പോൾ ഒരുപാട് അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഇവർ ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരാൻ തുടങ്ങി. ഇനി ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. The vast network of railways was pioneered during the later 19ാം നൂറ്റാണ്ടോടുകൂടി റെയിൽവേ ഇന്ത്യയിൽ വരാൻ തുടങ്ങി. ഇന്ത്യയിൽ ഒരു റെയിൽ സംവിധാനങ്ങൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. This opened avenue for British bankers and investors to invest surplus wealth and material in the construction of railways. അപ്പോൾ റെയിൽവേ ഉണ്ടാക്കുന്നതോടുകൂടി ഒരുപാട് മെറ്റീരിയലുകൾ കടത്തി കൊണ്ടുപോകാനും ഒരുപാട് മാർഗങ്ങൾ തുറക്കാനും ഇതൊരു സഹായകമായിട്ട് മാറി. ഇനി ബ്രിട്ടീഷ് ഇമ്പാക്ട് ഓൺ സൊസൈറ്റി ആൻഡ് കൾച്ചർ. ഇന്ത്യൻ സൊസൈറ്റി ഹാഡ് സർട്ടൻ സോഷ്യൽ ലൈക്ക് ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്. ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന്, സ്ത്രീകൾക്ക് ഉണ്ടായിരുന്ന ഒരു ഇൻഫാൻറ്റിസൈഡ്, ചെറിയ കുഞ്ഞുങ്ങളെ സ്ത്രീകളാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെ നശിപ്പിക്കുന്ന രീതി. ചൈൽഡ് മാരേജ്, അതുപോലെ തന്നെ സതി സിസ്റ്റമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പോളിഗമി, ബഹുഭാര്യത്വം.
ആൻഡ് എ റിജിഡ് കാസ്റ്റ് സിസ്റ്റം, ഒരു മാറ്റവും സംഭവിക്കാത്ത വളരെ റിജിഡായിട്ടുള്ള ഒരു കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. അതർ മാൽ പ്രാക്ടീസസ് വർ എക്സ്പെൻസീവ് റിച്വൽസ്. ഒരുപാട് ആചാരങ്ങൾ, ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ആചാരങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. സാക്രിഫൈസസ് ആൻഡ് പ്രാക്ടീസസ് ആഫ്റ്റർ ദ ബർത്ത് ഓർ ഡെത്ത് ഔട്ട്ലൈൻഡ് ബൈ ദ പ്രീസ്റ്റ്ലി ക്ലാസസ്. അപ്പോൾ വലിയ പുരോഹിതരായ ആൾക്കാരോട് അവർ മരിച്ചാൽ, അവരിൽ ആരെങ്കിലും മരിച്ചാൽ അല്ലെങ്കിൽ അവരെല്ലാവരും ജനിച്ചാൽ അവർക്കുള്ള ബലിതർപ്പണങ്ങൾ, ഇങ്ങനെ ഒരുപാട് റിച്വൽസ്, ആചാരങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. പിന്നെ ലീഗൽ മെഷേഴ്സ് വർ ഇൻട്രൊഡ്യൂസ്ഡ് ടു ഇംപ്രൂവ് ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ. അപ്പോൾ ബ്രിട്ടീഷുകാർ സ്ത്രീകളുടെ സമത്വം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു. ദ പ്രാക്ടീസ് ഓഫ് സതി വാസ് ബാൻഡ് ഇൻ 1822. 1829 സതി നിർത്തലാക്കി. ദ പ്രാക്ടീസ് ഓഫ് വിഡോ റീമാരേജ് വാസ് പെർമിറ്റഡ്. ഇപ്പോൾ ഹൈന്ദവ സമൂഹത്തിനിടയിൽ വിധവയായ സ്ത്രീയെ കല്യാണം കഴിക്കാൻ പാടില്ല, പക്ഷെ അത് ബ്രിട്ടീഷുകാർ ഒഴിവാക്കി. അതുപോലെ തന്നെ ഷർദ ആക്ട്സ് വാസ് പാസ്ഡ് ഇൻ ടു പ്രിവെന്റ് ചൈൽഡ് മാരേജ്. അപ്പോൾ തന്നെ ഷർദ ആക്ട് അഥവാ ഇനിയൊരു പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഒന്നും കല്യാണം കഴിച്ചുവിടാൻ പാടില്ല എന്നുള്ള നിയമവും കൊണ്ടുവന്നു. എഡ്യൂക്കേഷൻ പോളിസി വാസ് നോ കൺസീവ്ഡ് that the Indians would be ready to work clerks on low wages to create a class of Indians who were loyal to the British, appreciate culture to the British and help to increase the market discourse. അപ്പോൾ ഇന്ത്യക്കാർക്കിടയിൽ ബ്രിട്ടീഷ് ചരക്കുകൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാരിൽ നിന്ന് തന്നെ ഒരുപാട് ക്ലർക്കുമാരെ, കണക്കെഴുത്ത് പുള്ളികളെ അവർ നിയമിച്ചു. അപ്പോൾ ഇവർക്ക് വളരെ തുച്ഛം സാലറി മാത്രമാണ് ഉണ്ടായിരുന്നത്, പക്ഷേ ഇവരുടെ മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു ഇത്. ഇനി ഇമ്പാക്റ്റ് ഓഫ് റിഫോം മൂവ്മെൻറ്റ്, ഒരുപാട് നവോത്ഥാന പ്രവർത്തനങ്ങൾ. ദ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ് ഇൻസ്റ്റിൽഡ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ഇന്ത്യൻ ക്രിയേറ്റഡ് സെൽഫ് റെസ്പെക്ട്, സെൽഫ് കോൺഫിഡൻസ് ആൻഡ് പ്രൈഡ് ഇൻ ദെയർ കൺട്രി. പക്ഷേ ഈ ചില റിലീജിയസ് റിഫോമുകൾ ഇന്ത്യ എന്നുള്ള ഒരു വികാരം, സെൽഫ് റെസ്പെക്റ്റ്, അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ്, ഇതൊക്കെ അവരുടെ ഓരോ പൗരൻ്റെ ഉള്ളിൽ നിലനിൽക്കാൻ തുടങ്ങിയതാണ്. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ മോഡേൺ എഡ്യൂക്കേഷൻ ഗൈഡഡ് ദ ഇന്ത്യൻസ് ടുവാർഡ് എ സയൻറ്റിഫിക് ആൻഡ് റേഷണൽ അപ്രോച്ച് ടു ലൈഫ്. പുതിയ വിദ്യാഭ്യാസ രീതികൾ ഇന്ത്യക്കാർക്കിടയിൽ പുതിയ ശാസ്ത്രീയമായ ഒരുപാട് മേഖലകളെക്കുറിച്ച് പഠിക്കാനും ഒരുപാട് ബൗദ്ധികമായ ചിന്തനീയമായ ഒരുപാട് റേഷണൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള ഒരു ജീവിത സാഹചര്യം ഒരുക്കി കൊടുത്തു. അതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ്. പ്രൊട്ടസ്റ്റ് മൂവ്മെൻറ്റ്സ്. The adverse impact of the British rule on the political, economical and social sphere resulted in the sharp reaction of the Indian people against the foreigners. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലകളെ കൂടെ ബ്രിട്ടീഷ് കൊളോണിയലിസം കൈയടക്കാൻ തുടങ്ങിയതോടുകൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ രാജ്യം എന്ത് ചെയ്യാൻ തുടങ്ങി? പോരാടാൻ ഉറച്ചു. This led to a series of anti-British movements throughout the country. Peasants and tribes rebelled against the exploitative റൂളേഴ്സ്. അപ്പോൾ ഈ വിനാശികളായ ചൂഷണം ചെയ്യുന്ന ഈ ഭരണാധികാരികൾക്കെതിരെ ജനങ്ങൾ മതപരമായും സാമൂഹികമായും അവരുടെ ഗോത്രം അങ്ങനെ എല്ലാ നിലക്കും കർഷകരും എല്ലാവരും കൂടെ ഒരുമിച്ച് പോരാടാൻ തുടങ്ങി. ഇനി 1857 ബഹദൂർ ഷാ സഫർ നയിച്ച ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് സമരം, ആദ്യ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ്. ദ റിവോൾട്ട് ഓഫ് 1857, ഇതിനെ നമ്മൾ വിളിക്കാറുള്ളത് മറ്റേ സിപ്പായി ലഹള എന്ന് വിളിക്കാറുള്ളത് സിപ്പായി റിവോൾട്ട്. For the first time it unified and brought together people having different ethics, religious and class background against the British rule. ആദ്യമായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് മുഗൾ സാമ്രാജ്യത്തിലെ അവസാനത്തെ രാജാവായിരുന്ന ബഹദൂർ ഷാ സഫറിന് കീഴിൽ അണിനിരന്നുകൊണ്ട് പോരാട്ടമാണ് സിപ്പായി ലഹള എന്ന് പറയുന്നത്. The revolt brought an end to East India Company rules along with the changes in the British policy towards Indian states. അപ്പോൾ ഇത് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ ഭരണത്തിൽ നിർത്തലാക്കുന്ന രീതിയിലായിരുന്നു. സിപ്പായി ലഹള ഉണ്ടാവാനുള്ളൊരു കാരണം ചരിത്രത്തിൽ പറയുന്നത് പന്നിയുടെയും അതുപോലെ തന്നെ പശുവിൻ്റെയും നെയ്യ് ഉപയോഗിച്ചിട്ടാണ് എന്തുണ്ടാക്കിയിരുന്നത്? സിപ്പായികൾ ഉപയോഗിച്ചിരുന്ന തോക്കിൽ ഉണ്ടകൾ ഉണ്ടാക്കിയിരുന്നത്. പന്നി എന്ന് പറയുന്നത്